നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടെന്ന് ആവർത്തിച്ച് രാജ്മോഹൻ ഉണ്ണിത്താൻ. സൗന്ദര്യവും പാരമ്പര്യവും നോക്കിയല്ല സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത്. ഹൈക്കമാൻഡിന്റെ തീരുമാനം വന്നാൽ ആർക്കും എതിർപ്പുണ്ടാകുമെന്ന് കരുതുന്നില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. ഒരു കാരണവശാലും പാർട്ടി പ്രതിരോധത്തിലല്ല. കാരണം ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രോസസ്സ് അന്തിമമായി നമ്മുടെ CEC കൂടി കേരളത്തിലെ കോൺഗ്രസ് പട്ടിക പ്രസിദ്ധീകരിക്കുന്നവരെ ആർക്ക് വേണമെങ്കിലും അവരുടെ വാദഗതികളുമായി മുന്നോട്ട് പോകാം. മനസ്സിലായില്ലയോ? അപ്പോൾ സീറ്റിന് വേണ്ടി ശ്രമിക്കാം. പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡ് അന്തിമമായ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ കേരളത്തിലെ ഒരു MPയും അതിനെതിരെ നിൽക്കുമെന്നുള്ള പ്രതീക്ഷ എനിക്കില്ല. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ പൂപ്പറമ്പ, നമുക്കറിയാം കെ സുധാകരൻ മത്സരിക്കുമെന്നുള്ള ഒരൊറ്റ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. സുധാകരനുള്ള ഒരു മറുപടി കൂടിയാണ് ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ നൽകുന്നത്, അല്ലേ? ആര്യ, തീർച്ചയായും കോൺഗ്രസ് MPമാർ മത്സരിക്കണമോ എന്ന ചർച്ച ഉയർന്നു വന്ന ഘട്ടത്തിൽ ആദ്യം തന്നെ MPമാർ മത്സരിക്കേണ്ടതില്ല എന്ന നിലപാടെടുത്ത നേതാവാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. അത് മാധ്യമങ്ങളോട് തന്നെ അത്തരം പ്രതികരണം രാജ്മോഹൻ ഉണ്ണിത്താൻ പലതവണയായി നടത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ആര്യ സൂചിപ്പിച്ചതുപോലെ നിലവിൽ കോൺഗ്രസിലൊരു പ്രതിസന്ധി രൂപപ്പെട്ടു നിൽക്കുകയാണ്. കെ സുധാകരൻ കണ്ണൂർ മണ്ഡലത്തിൽ മത്സരിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയും അതിൽ സമ്മർദ്ദം ശക്തമാക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അപ്പോഴാണ് വീണ്ടും രാജ്മോഹൻ ഉണ്ണിത്താൻ നേരത്തെ സ്വീകരിച്ചിട്ടുള്ള നിലപാട് ആവർത്തിച്ചുകൊണ്ടുള്ള പ്രതികരണം നടത്തുന്നത്. MPമാർ മത്സരിക്കേണ്ട ആവശ്യമില്ല, തൻ്റെ പാർലമെന്റ് മണ്ഡലത്തിന് കീഴിലുള്ള നിയമസഭാ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത് എന്നതാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ വ്യക്തമാക്കുന്നത്. ഇതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണ്. അത് തീരുമാനമെടുക്കുന്നത് വരെ തന്നെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആർക്കും അവകാശപ്പെടാനുള്ള അത്തരത്തിലുള്ള അവകാശമുണ്ട്, അല്ലെങ്കിൽ അത്തരം ആവശ്യപ്പെടാനുള്ള അവകാശമുണ്ട് എന്നുകൂടി പറയുകയാണ്. അതിനപ്പുറത്തേക്ക് കെ സുധാകരനെതിരെ ഒരു ഒളിയമ്പ് കൂടി രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അതായത് UDFും കോൺഗ്രസ് സംവിധാനമെല്ലാം ഇപ്പോൾ ഒരു മലവെള്ളപ്പാച്ചിലാണ്. ആ മലവെള്ളപ്പാച്ചിലിന് മുന്നിൽ ഈട്ടിത്തടിയോ അല്ലെങ്കിൽ തേക്കോ നിന്നാൽ അത് ഒലിച്ചു പോകും എന്നൊരു പ്രതികരണം രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ, അതായത് പാരമ്പര്യമോ സൗന്ദര്യമോ നോക്കിയിട്ടല്ല ഏതെങ്കിലും ഒരാളെ സ്ഥാനാർത്ഥിയായി നിൽക്കുക, അതിൽ പാർട്ടി ചർച്ച ചെയ്ത് ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കുക എന്നതാണ് കോൺഗ്രസിന്റെ രീതി എന്നുകൂടി അത്തരമുള്ള ഒരു പ്രതികരണം കൂടി രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അത് കെ സുധാകരനെതിരെയുള്ള ഒളിയമ്പായി തന്നെയാണ് വ്യാഖ്യാനിക്കേണ്ടത്. അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്. കെ സുധാകരൻ ഒളിയമ്പുമായി രാജ്മോഹൻ ഉണ്ണിത്താൻ.